തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ബി.ജെ.പി. ക്രൈസ്തവ വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ആവശ്യപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് സർക്കുലർ അയച്ചു. ബി.ജെ.പി. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അയച്ച കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിജീഷ്, ഇപ്പോൾ ഈ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം അരോചകമായ കാര്യമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇത് എന്താണ് ബി.ജെ.പി. ഇങ്ങനൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്? ബി.ജെ.പി. സംസ്ഥാന ഘടകം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കെ വിനോദ് കുമാർ അതിന്റെ കീഴ്ഘടകങ്ങൾക്ക് അയച്ച കത്തിൽ വിശദമാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻ മേഖലയിലുള്ള സ്ഥാനാർത്ഥികളുടെ നിശ്ചയിക്കുന്നതിന്റെ ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ക്രിസ്ത്യൻ മേഖലയായിട്ടുള്ള പഞ്ചായത്തുകളിൽ എത്ര സ്ഥാനാർത്ഥികളെ നിർത്തണം, അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള എത്ര ആൾക്കാരെ നിർത്തണം എന്നുള്ളതാണ് കത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. 9 പഞ്ചായത്തുകളിൽ നിന്നായിട്ട് 47 സ്ഥാനാർത്ഥികൾ വേണമെന്നുള്ളതാണ് ഈ കത്തിലുള്ള നിർദ്ദേശം. അതിൽ ഉദയഗിരി പഞ്ചായത്ത് 4, ആലക്കോട് 4, നടുവിൽ പഞ്ചായത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരെണ്ണമുള്ളത്. 8 എണ്ണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഏരുവിശി 7, പയ്യാവൂര് 8, ഉളിക്കൽ 9 ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കണ്ണൂർ ജില്ലയിൽ. പിന്നെ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ 2, ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിൽ 2, ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ 3, ഇങ്ങനെ 9 പഞ്ചായത്തുകളിലായിട്ട് 47 സ്ഥാനാർത്ഥികളെ നിർത്തണം. ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ കണ്ണൂർ വടക്കൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കെ വിനോദ് കുമാർ കീഴ്ഘടകങ്ങൾക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയെന്ന് മാത്രമാണോ, അതല്ല ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ തന്നെ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പ്രതീക്ഷിക്കാമെന്നാണോ? സ്ഥാനാർത്ഥി നിർണയം അത്തരത്തിൽ വേണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന ഘടകം നൽകി എന്നുള്ളതാണ് കീഴ്ഘടകങ്ങളെ ജില്ലാ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ മേഖലയിലും പറഞ്ഞിരിക്കുന്ന ഓരോ മേഖലയിലും അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജില്ലാ പ്രസിഡന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത്. ഏതായാലും അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഘട്ടം ആവുമ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ഇത്ര എണ്ണം ആൾക്കാരെ തന്നെ നിർത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശം എന്നുള്ള രൂപത്തിൽ കീഴ്ഘടകങ്ങൾ അത് പാലിക്കണം എന്നുള്ളത് തന്നെയാകും ജില്ലാ പ്രസിഡന്റ് നൽകിയ കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇന്നലെയാണ് കത്ത് കീഴ്ഘടകങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. ഇന്നലെ അയച്ചിരിക്കുന്ന ഈ കത്തിനകത്ത് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഘട്ടത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഇത്ര എണ്ണം സ്ഥാനാർത്ഥികളെ വേണം ആ മേഖലകളിൽ അല്ലെങ്കിൽ ആ പഞ്ചായത്തുകളിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും കണ്ടെത്തേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് കീഴ്ഘടകങ്ങൾക്ക് പോയിരിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ യോഗം ചേരുന്ന ഘട്ടത്തിൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഇത്ര സ്ഥാനാർത്ഥികൾ ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ നഗരസഭയിലും വേണമെന്നുള്ള നിർദ്ദേശം നൽകിയത് കൊണ്ട് തന്നെ കീഴ്ഘടകങ്ങൾക്ക് അത് പാലിക്കാൻ മാത്രമേ നിർവാഹം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പൊതുവിലയിരുത്തുന്നത്.